പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മാനസേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. മുഖം വാടും നേരവും മനം നീറിടുമ്പോഴും ഉണർവേകി ശാന്തി തൂകൂ മഹാസ്നേഹമേ. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. വയൽ പൂവു പോലെ പൊഴിഞ്ഞാലുമൊടുവിൽ മമ ജീവസുമം വീണ്ടും വിടരും. വയൽ പൂവു പോലെ പൊഴിഞ്ഞാലുമൊടുവിൽ മമ ജീവസുമം വീണ്ടും വിടരും. ജന്മമെന്നാലും തെളിയുമെൻ രൂപമായി കരതലങ്ങളിലായി. നിരുപമം നിസ്തുലം നിൻ സ്നേഹസാന്ത്വനം. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മാനസേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ ആകർഷിച്ച് അടുപ്പിച്ചതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. യു വിൽ ലൈറ്റ് മൈ ലാമ്പ്. സങ്കീർത്തനങ്ങൾ 18, 28, 29 വാക്യങ്ങൾ. Psalm 18 verses 28 and 29. For it's you who light my lamp. The Lord my God lightens my darkness. For by you I can run against a troop, and by my God I can leap over a wall. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞിച്ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ആമേൻ. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് തന്ന വീണ്ടെടുപ്പിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് തന്ന ഈ വചനം അവിടുന്ന് തന്നെ വ്യാഖ്യാനിച്ചു തരണമേ. അവിടുത്തെ വചനം പറയുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഏണസ്റ്റ് ഹെമിംഗ്വേ വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു. അനേകം പേർക്ക് അദ്ദേഹത്തിന്റെ രചനകൾ, പ്രത്യേകിച്ച് ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്നിവയെല്ലാം ആശ്വാസം പകരുന്നവയായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനസ്സിനെ പതറാതെ നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സഹോദരങ്ങളെ, പോസിറ്റീവ് തിങ്കിങ് ഉള്ള പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് നിരാശ മാറണമെന്നില്ല. നിരാശ മാറണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. വിശ്വാസമുണ്ടായാൽ ധൈര്യം ലഭിക്കും. അപ്പൊ ധൈര്യം വെക്കുവാനായിട്ട് വലിയ സൊഫിസ്റ്റിക്കേറ്റ് വെപ്പണം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട ആയുധം വിശ്വാസമാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 27, 5 വാക്യം, Psalm 27 verse 5.
For he will hide me in his shelter in the day of trouble. He will conceal me under the cover of his tent. He will lift me high upon a rock. അനർത്ഥ ദിവസത്തിൽ അവിടുന്ന് തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം വന്നാൽ ഭയം നീങ്ങിപ്പോകും. അതിനു വേണ്ടത് ദൈവവചനം രാപകൽ ധ്യാനിക്കണം. ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തത് ഇപ്രകാരമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ജോഷുവ. ആ ജോഷുവയ്ക്ക് തന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് കൊടുത്ത ഒരു ഉപദേശമാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു വെപ്പണാണ്, ആയുധമാണ് പരിശുദ്ധാത്മാവ് ദൈവം എന്ന് നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലൂടെ തരുന്നത്. ദൈവമായിട്ട് സംസർഗത്തിൽ വരാൻ സമയം മാറ്റിവയ്ക്കണം. ഒരിക്കൽ ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി എബ്രഹാം ലിങ്കനെ വിളിച്ചു. എന്നാൽ എബ്രഹാം ലിങ്കൻ ഒരു വലിയ വ്യക്തിയുമായി മീറ്റിംഗിലാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതാരാണ് ആ വലിയ വ്യക്തി എന്ന് അദ്ദേഹം ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കൻ ആ പ്രധാനമന്ത്രിയെ തിരിച്ചു വിളിച്ചു. നിങ്ങൾ ആരുമായാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? പ്രധാനമന്ത്രി എബ്രഹാം ലിങ്കനോട് ചോദിച്ചു. എബ്രഹാം ലിങ്കൻ പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായ സർവശക്തനായ ദൈവവുമായി അപ്പോയിന്റ്മെന്റിൽ ആയിരുന്നു. ഇത്ര തിരക്കുണ്ടായിട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ അദ്ദേഹം സമയം മാറ്റി വെച്ചിരുന്നു. ആര്? എബ്രഹാം ലിങ്കൻ. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്റെ സകല കാര്യങ്ങളും ദൈവവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് ഇതിൽ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്തോത്രം, ലോകത്തിന്റെ സൃഷ്ടാവായ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി പ്രശ്നങ്ങൾ പറയുന്നതിന് പകരം ഈ നാട്ടിലെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഒന്ന് തീർത്തു തരണം. സഹോദര സഹോദരി, നിന്റെ കർത്താവായ യേശു ക്രിസ്തു നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ മതിയാകാത്തവനാണോ? കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ വലിയ മന്ത്രി ആരാ ഈ ഭൂമിയിലുള്ളേ? സ്തോത്രം. വെറുതെ ബൈബിളും കൊണ്ട് നടന്നാ പോരെ. പ്രശ്നമായിട്ട് പോകേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തല്ല, ലോക സൃഷ്ടാവായ മന്ത്രിയാകുന്ന, പ്രഭുവാകുന്ന, സൃഷ്ടാവാകുന്ന, ജീവനോ ദൈവമായ യേശു ക്രിസ്തുവിന്റെ അടുത്താണ്. അവൻ ആലോചന പറഞ്ഞു തരും. സ്തോത്രം. അവനുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എല്ലാ ദിവസവും എടുത്താൽ ഈ തലയെ കൊണ്ട് നടക്കുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായാലോ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ് സ്തോത്രം മനുഷ്യന്റെ മുമ്പ് പോയി ആവശ്യങ്ങൾ പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 91:10-11 വാക്യങ്ങൾ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. 118 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് 6-ാം വാക്യം. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? യേശുവിനോട് കൂടെ വസിച്ചാൽ തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലാട ലഭിക്കും. അതിനാൽ സകല ആകുലതകളെയും ഭയത്തെയും നീക്കി വിശ്വാസത്തോടെ പറയാം. സങ്കീർത്തനങ്ങൾ 56:3-4 വാക്യങ്ങൾ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മളെ തന്നെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്നാണ് നമ്മുടെ ദീപത്തെ കത്തിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവം കത്തിച്ച ദീപത്തെ കെടുത്തിക്കളയാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിന് ചുറ്റും കടന്നു വന്നെന്നിരിക്കും. പക്ഷേ ആരാണോ കത്തിച്ചത് അവനുമായിട്ട് ആഴത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ
ഒരിക്കലും ജീവിതം അന്ധകാരത്തിലേക്ക് പോവുകയില്ല. ഈ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ദിവ്യമായ പ്രകാശത്തിനായി സ്തോത്രം. അത് കെട്ടുപോകാതെ സന്തോഷത്തോടെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂട്ടായ്മ, എല്ലാ കൂട്ടായ്മകളും കർത്താവേ, ലോകത്തിന്റെ ദീപമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന വിശുദ്ധ സഭകളായി മാറട്ടെ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളും അനുഗ്രഹത്താൽ നിറയട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവഭയമുള്ള ഭരണകർത്താക്കളെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരം ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉയർന്നു വരുന്ന എല്ലാ യുദ്ധഭീഷണികളും സ്തോത്രം, സ്തോത്രം, മാനവരാശിയെ ഭയപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവൃത്തികളും ഈ ലോകം മണ്ഡലത്തിൽ നിന്ന് നീങ്ങിപ്പോട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വർഗമായി വേർവിട്ട് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടത്തോട് ചേർന്ന് നടക്കുന്ന മക്കളായി തീരുവാൻ അവരെ സഹായിക്കണം കർത്താവേ. യൗവനത്തിൽ തന്നെ അവിടത്തേക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി മാറുവാൻ, ഹല്ലേലൂയ, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് ഓടി അകലുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭം അഗ്നിത്തൂണായി അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും മാനിക്കുകയും കരുതുകയും ചെയ്യുന്നതിനായി സ്തോത്രമപ്പ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തിരുവുള്ളത്തിൽ അവരെ സൂക്ഷിക്കണമേ. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം തരണം ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കണമേ. രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളായിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു പൂർണ്ണ സൗഖ്യം, വിടുതലും അവിടുത്തെ അടിപ്പിണരുകളാൽ വന്നിരിക്കയാൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും തിരുക്കരങ്ങൾ തരുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തീരമേരുളിൽ കാണാതെ കാറ്റിൽ എന്നായുസിൻ തോണിയുലഞ്ഞു. സ്നേഹതീരമേരുളിൽ കാണാതെ കാറ്റിൽ എന്നായുസിൻ തോണിയുലഞ്ഞു. കണ്ടു നീ വരവാ, തിരകളിൽ തിരുവഴി തീർത്തു നീ അരികിൽ. അനുദിനം സ്തുതികളാൽ എന്നാത്മസ്പന്ദനം പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മാനസേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. മുഖം വാടും നേരവും മനം നീറിടുമ്പോഴും ഉണർവേകി ശാന്തി തൂകൂ മഹാസ്നേഹമേ. പുലർക്കാലദീപമായി എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ.